പച്ചക്കുത്തിൻ്റെ അർത്ഥം അറിയോ? ആഗ്മാർക്കൊന്നുമല്ല, വെജിറ്റേറിയൻ, എഡിബിൾ വെജിറ്റേറിയൻ എന്നാണ്, പ്യൂർ വെജിറ്റേറിയൻ എന്നാണ്. നിങ്ങൾ മാഗി പാക്കറ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് ചുമന്ന സ്ക്വയറും ചുമന്ന കുത്തുമാണ്. അപ്പം മൈദ വെജിറ്റേറിയൻ ആണോ? അല്ലേ? മൈദ വെജിറ്റേറിയൻ അല്ലേ? പിന്നെ മാഗി എങ്ങനെയാണ് നോൺ വെജിറ്റേറിയൻ ആയത്? അതിനകത്തൊരു പാക്കറ്റ് ഉണ്ട്, ടേസ്റ്റ് മേക്കർ, അവനാണ് എല്ലാം പൊടിക്കുന്നത്. അതില്ലെങ്കിൽ മാഗി ആരും പിള്ളേർ തിന്നത്തില്ല. കണ്ടാ, എല്ലാവരുടെ വീട്ടിലിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ? എല്ല് വരെ പൊടിച്ചോണ്ട് പോവും. എന്നിട്ട് ഈ കുത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? അതേ സാധനമാണ് ഈ പല്ലി പൊടിച്ചിട്ട് രാത്രം കാശ് കൊടുത്തപ്പം പെർമിഷൻ കിട്ടിയത്. ഇത് നോക്കിക്കേ ഇങ്ങോട്ട്, ഇതാ ഇതാ കാണുന്നു ആ സ്ക്വയറിനകത്ത് പച്ചക്കുത്ത്, ഇതാ കണ്ട, ഇതിനകത്തും ഉണ്ട്, ഇതാ ശംഭുവിനകത്തും ഉണ്ട്. വെജിറ്റേറിയൻ ആണ്. എന്താ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? എന്തേ മനസ്സിലാക്കേണ്ടത്? കാശ് കൊടുത്തപ്പോൾ എല്ലാം കിട്ടിയാ? ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടുന്ന പാലിനകത്ത് ഒഴിച്ചിരിക്കുന്ന ഇതും ഈ സാധനത്തിനും കൊടുത്തിരിക്കുന്ന പെർമിഷൻ ഒന്നാണോ? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഒന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അല്ല. മിൽമപ്പാൽ പോട്ടെ, മിൽമപ്പാൽ ഇതിനകത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇന്ന് വീട്ടിൽ പോയിട്ട് മിൽമപ്പാലിൻ്റെ കവർ എടുത്ത് നോക്കണം. പ്രൊഡക്റ്റ് ഓഫ് മിൽമ എന്നാണ് എഴുതിയിരിക്കുന്നത്. മിൽമയുടെ ഉൽപ്പന്നം പാലാന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് ഇന്ന് വായിച്ചു നോക്ക്, വീട്ടിൽ പോയി വായിച്ചു നോക്കുക. പ്രൊഡക്റ്റ് ഓഫ് മിൽമ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും 30 സെൻറ്റിമീറ്റർ ഇടവിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 42 പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന വെളുത്ത കൊതിനകത്തിനകത്ത് ചണ്ടിനകത്ത് പാൽപ്പടിയും കൂടെ കലക്കി നമുക്ക് തരുന്നു. ചോദിക്ക്, അവരോട് ചോദിര്. എന്നിട്ട് അവർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ഇവിടെ ബാക്കിയുള്ളവരെ ഇത് ചെയ്യാൻ? ഇത് പാലാക്കുന്നത് നമ്മൾ മിൽമയ്ക്കകത്തുനിന്ന് മേടിച്ചോണം. മിൽമയുടെ നമ്മുടെ സൊസൈറ്റി ഇല്ലേ, അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന പാലിനകത്ത് നിന്ന് പാൽ മേടിച്ചാൽ ഓക്കെ. അവിടെ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് 42 പ്രൊഡക്റ്റ് മാറും കമ്പനി ചെല്ലുമ്പോൾ. അതാ ഞാൻ പറയണേ. അതാണ് ഞാൻ ചോദിക്കട്ടെ, പാൽ എന്തിനാണ് നമ്മുടെ ശരീരത്തിന്? പറ. നമ്മൾ കൊച്ചിനായിട്ട് ജനിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ മുലപ്പാൽ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ശരീരത്തിൽ പാലിൻ്റെ ആവശ്യമില്ല. മിൽമയുടെ ചോദിരുന്ന് അവരുടെ ഡയറി ഫാമിനകത്ത് വരുന്ന യൂറിയയുടെ ചാക്കുകൾ എന്തിനാണ് വരുന്നതെന്ന്? മിൽമയുടെ ഫീഡിനകത്ത് മിൽമക്കാർ ചേർക്കുന്നല്ലോ യൂറിയ. എന്തിനാണ്? പാല് കൂടുതലുണ്ടാവാൻ. പാല് കൂടുതലുണ്ടാവാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ, വീട്ടിൽ പശു ഉണ്ടെങ്കിൽ കച്ചീരിൻ്റെ പുറത്ത് ഒരു ശകലം യൂറിയ വെള്ളം നനച്ചു കൊടുത്തേ, ഇഷ്ടംപോലെ പാലുണ്ടാവും. പക്ഷേ ആ കന്നുകാലി കൊല്ലുമല്ലേ. പാലുണ്ടാക്കാൻ പശു വേണ്ട. ഇവിടെ 40 ലിറ്റർ 50 ലിറ്ററായിരുന്നു. എത്ര ലിറ്റർ വേണം? മൈദ പ്ലസ് കഞ്ഞിവെള്ളം പ്ലസ് ഫോർമുലൻ പ്ലസ് പഞ്ചസാര = പാല്. എഴുതി വെച്ചോളൂ. ഞാൻ സർക്കാരിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാവിനും ഓണത്തിനും റംസാനും സംക്രാന്തിക്കും ക്രിസ്തുമസിനും മാത്രം പ്രസവിക്കുന്ന പശു ഏത് വർഗത്തിൽപ്പെട്ടതാ? ആ സമയത്ത് 2-3 ദിവസത്തേക്ക് ഇഷ്ടം പോലെ പാല് വന്ന് മറിയുന്നുണ്ട്. ഈ ഓണം കഴിയുമ്പോൾ പാല് വിൽക്കുകയും ചെയ്യുന്നു. അത് ഏത് പശുവിൻ്റെയാ? ചോദിച്ചിട്ടുണ്ടോ? ചിന്തിച്ചോ ആരെങ്കിലും? ഈ 2-3 ദിവസത്തേക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വന്ന് ഇഷ്ടം അറിയല്ലേ? ഓണം കഴിയുമ്പോൾ അതൊക്കെ തീരുകയും ചെയ്യല്ലേ? അത് ഏത് പശുവിനാ? ഓർക്കുന്നുണ്ടോ? ഇല്ല, പറഞ്ഞുതരാം. മൈദ പ്ലസ് കഞ്ഞിവെള്ളം പ്ലസ് ഫോർമുലൻ പ്ലസ് പഞ്ചസാര = പാല്. ഇനി ഇത് സർക്കാർ പ്രസിദ്ധീകരിച്ചാണ് ഞാനീ പറഞ്ഞത്. ഇനി ഇതൊന്നും വേണ്ട. 1 കിലോ വെളുത്ത അവൽ മേടിക്കുക, 25 ഗ്രാം യൂറിയ, രണ്ടും കൂടെ മിക്സ് ചെയ്യുക, നഖത്തി വെള്ളം ഒഴിക്കുക. 4-ാമത്തെ ദിവസം രാവിലെ പോയി അരിച്ചെടുക്കുക 1 ഗ്ലാസ് പാല്. അത് മറ്റേ പാലും കൂടെ മിക്സ് ചെയ്യുക, 50-50 മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു നല്ല പൂടയുള്ളൊരു പൂച്ചയ്ക്ക് കൊടുക്കുക, ഒരു 50 ml വെച്ച് ഡെയിലി. 21-ാമത്തെ ദിവസം ഒരൊറ്റ പൂട കാണിയല്ല ആ പൂച്ചയുടെ പുറത്ത്. ഇതേക്കുള്ള ഗ്യാരണ്ടി എന്താ വേണ്ടുന്നത്? അതുകൊണ്ട് ചായ കൂടുതൽ അടിക്കുന്ന പോലെ വീമ്പടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. 10 രൂപയൊക്കെ ഞാൻ ഇന്ന് 10, എനിക്ക് ചായക്കൊരു ഇതാണ്. അവരുടെ തലയിലൊക്കെ കഷണ്ടിയായിരിക്കും. കൂടുതൽ ചായ കാരണം വെളിയിൽ പോയി ചായ കുടിക്കുന്നതിനകത്ത് മിക്കവാറുള്ള പാലെല്ലാം ഇതാണേ, ആർട്ടിഫിഷ്യൽ പാൽ വരുന്നില്ലേ. ഇനി കേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാ, ഇത് നമ്മൾ കടയിൽ നിന്ന് ഞാൻ മേടിച്ച നെയ്യ്, മാർക്കറ്റിൽ നിന്ന് പറഞ്ഞാൽ ഒറിജിനൽ നെയ്യ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഇത് തന്നെയല്ലേ സാധനം? ഇനി ആ മണം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇതും അത് തന്നെയാണ് സാധനം.
നിൽക്കുന്നത് ഇപ്പം രസം കേട്ടോണം നിങ്ങൾ, ഇപ്പം തമാശ ഇല്ല. അതിനെ കൂടുതൽ ഇതൂടെ പോകണം. ഇത് ഞാൻ എനിക്ക് ഈ സാധനമാണ് ഇപ്പം ആ നെയ്യായത്. ഈ ഇരിക്കുന്ന നെയ്യില്ലേ, ഇവനാണ് ഇവനായത്. ഇവനാണ് ഇവൻ. ഇഞ്ഞെടുത്ത് ഇപ്പം അതിന് എന്താ നോക്കും. അപ്പോൾ ഇതിൻ്റെ ആ മണം പോയേ, ഇവനെ കൊണ്ടൊരു പരിപാടി ഞാൻ സാധിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഇത് നെയ്യല്ലല്ലോ. വേറെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ച നെയ്യ് അതെങ്ങനെ ഒറിജിനൽ നെയ്യാവുന്നതെന്ന് നോക്കണം. കണ്ടല്ലോ. പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ആദ്യം നിങ്ങളിത് നെയ്യാണോ ഇല്ലെന്ന് ആദ്യം തപ്പ്. ഇത് പശുവിൻ്റെ അകിടി പോലും ഈ സൈസ് നെയ്യ് കിട്ടുമോ? ഇത് നോക്ക്, ഇത് പശുവിൻ്റെ അകിടിൻ്റെ കീഴിൽ പോലും ഈ നെയ്യ് കിട്ടുമോ? കിട്ടൂല. എന്തേ സംഗതി? എസൻസും പെട്രോളിയം ജെല്ലിയും. ഈ പെട്രോളിയം ജെല്ലിയുടെ കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുടലിനകത്ത് എന്ന അസിഡിറ്റി ഉണ്ടാവും, അൾസർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്ന സാധനം. ഇത് കൊച്ചുങ്ങൾക്ക് ബ്രഹ്മീകൃതമായിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? മനസ്സിലാക്കണം. ഇതാണ് പരസ്യം കാണിച്ച് നിങ്ങൾ ബ്രഹ്മീകൃതമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കൊച്ചുങ്ങളുടെ കുടലിനകത്ത് പുണ്ണുണ്ടാവും, അസിഡിറ്റി ഉണ്ടാവും. 1 കിലോ നെയ്ക്ക് ഞങ്ങൾ മേടിക്കുമ്പോൾ 600 രൂപയും കുപ്പിയും കൂടെ കൊണ്ടുവന്ന് പിന്നെ കറവക്കാരൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അവർ 1.5 മാസം കഴിയുമ്പോഴാണ് അവർ ഒരു കുപ്പി നെയ്യ് തരുന്നത്, 1 കിലോ നെയ്യ് തരുന്നത്. മനസ്സിലായോ? 1 കിലോ നെയ്യ് തരുന്നത്. ആ നെയ്യ് കാച്ചി കൃതം ഉണ്ടാക്കി കഴിഞ്ഞാൽ 840 ഗ്രാമേ കിട്ടത്തുള്ളൂ. അപ്പം 1 കിലോ നെയ്യുടെ വില എത്ര രൂപ? 840 ഗ്രാം നെയ്യുടെ വില എന്തുവായി? 600 രൂപ. അതിനകത്ത് ഇനി ചേരണം ബാക്കി സാധനങ്ങൾ, മരുന്നുകൾ, അതുണ്ടാക്കുന്ന കൂലി, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് 1 കിലോ ബ്രഹ്മീകൃതം നിങ്ങളുടെ കൈ വരണമെന്നുണ്ടെങ്കിൽ 1000 ഒരു 1500 രൂപയെങ്കിലും വരണം. ഇവിടെ 400 രൂപയുള്ള 1 കിലോ നെയ്യുടെ വില പോലും ആവുന്നില്ല. മാർക്കറ്റ് ബ്രഹ്മീകൃതം കിടക്കാണ് 400 രൂപ. ഈ പരസ്യം എല്ലാം കഴിഞ്ഞിട്ട് 1000 രൂപത്തിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. 50% നിങ്ങൾ ഈ കൃഷ്ണതുളസി കപ്പ് സിറപ്പ് കണ്ടിട്ടുണ്ടോ? കേട്ടോ? അത് 10 കുപ്പി മേടിക്കുമ്പോൾ 4 കുപ്പി ഫ്രീയാ. അത് കഴിഞ്ഞിട്ട് 10 കുപ്പി വാങ്ങുമ്പോൾ 4 കുപ്പി ഫ്രീ. അത് കഴിഞ്ഞിട്ട് 20% പിന്നെ ഡിസ്ട്രിബ്യൂട്ടർക്ക് കമ്മീഷൻ. അത് അല്ല, ഡിസ്ട്രിബ്യൂട്ടർക്ക് കമ്മീഷൻ. അവിടെ നിൽക്കുന്ന പരസ്യത്തിന് കാശില്ല എൻ്റെ കയ്യിൽ. ഇനി 20% അവന് കൊടുക്കണ്ടേ, വിൽക്കുന്നവന് കൊടുക്കണ്ടേ? ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അപ്പം കാശ് കൊടുത്തു കഴിഞ്ഞാൽ 10% വീണ്ടും കുറയും. റെഡി ക്യാഷ് 3 മാസത്തേക്ക് ക്രെഡിറ്റാണ് ഈ പറഞ്ഞ ഇത്രയും. ഇനി പരസ്യം വേണം. ഏത് ബുക്കിനകത്തും ഏത് ചാനൽ തിരിച്ചാലും കാണണം. ഇതിനെല്ലാം കൂടെ വില 25 രൂപ, 24 രൂപ 95 പൈസ വിലയുള്ളൂ. അപ്പോൾ എത്ര പൈസ എന്ത് സാധനമാണ് അതിനകത്ത് ഇരിക്കുന്നത്? ചെറുതായിട്ടൊന്ന് ചിന്തിക്കും. 1 കിലോ ചവനപ്രകാശം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ നെയ്യുടെ ഇത് കൊണ്ട് കുട്ടികൾക്ക് ഈ കൃതം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളുടെ കുടൽ പുണ്ണാവും, വെളുക്കാൻ തേക്കുന്നത് പാണ്ടാവുകയാണ്. എന്നിട്ട് ആ ചെറുക്കൻ വന്നിട്ട് അവൻ്റെ തലയ്ക്കകത്തൂടെ കണ്ടിട്ടില്ല, ആ ചെറുക്കൻ വന്ന് പറയുന്നത് അവൻ്റെ അമ്മയെ എനിക്കുള്ള തലയ്ക്കകത്തൂടെ ബുദ്ധി ഇങ്ങനെ അങ്ങ് കയറി ഇരച്ചങ്ങ് കയറുകയാണ് ഇത് കുടിച്ചിട്ട്. കണ്ടിട്ടില്ലേ ആ ചെറുക്കൻ വന്ന് പറയുന്നത്? അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക. ആ നെയ്യ് സാരസ്വര കൃതം കേട്ടിട്ടുണ്ടോ? അരിഷ്ടം കൃതമുണ്ട് അതിൻ്റെ, കേട്ടിട്ടുണ്ടോ? സാരസ്വര കൃതത്തിൻ്റെ യോഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സാധനം പിന്നെ കുറിച്ച് മേടിക്കില്ല. കാരണം അതിനകത്ത് 1 കിലോ സാരസ്വര കൃതം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ 5 ഗ്രാം തങ്കം ചേരണം. 5 ഗ്രാം തങ്കത്തിന് 1 ഗ്രാം തങ്കത്തിന് പോട്ടെ 22 ക്യാരറ്റ് ആയാലും എത്ര രൂപ ഇപ്പോൾ? 1500 രൂപ ഉണ്ടോ? ഇനി അതിനെ അടിച്ച് തകിടാക്കണം, കരിച്ചിട്ട് വേണം ഇതിനകത്തിടാൻ. ഇട്ടിട്ട് 1 മാസം കഴിയുമ്പോൾ ഈ സ്വർണ്ണമെല്ലാം അതിനകത്ത് അലിഞ്ഞെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. ഇത് എത്ര രൂപയ്ക്ക് കിട്ടും? അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് 250 ഗ്രാമിന് 500 രൂപയ്ക്കൊക്കെ വിൽക്കുക. അപ്പോൾ പേരിലതാണല്ലോ സാരസ്വര കൃതം, സാരസ്വര അരിഷ്ടം ഉണ്ടാവും. 1 കിലോ ചവനപ്രാശത്തിന് എന്ത് വിലയുണ്ട്? 140 രൂപ ഇല്ലേ? 140 മുതൽ 200 രൂപ വരെ പിടിച്ചു. ഏറ്റവും കൂടുതൽ ഇന്ന് പരസ്യം കമ്മീഷൻ കൊടുക്കുന്ന ആരാണെന്നറിയോ? ആയുർവേദത്തിൽ
നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് ആയുർവേദക്കാരാണ്. 100 രൂപയുടെ സാധനം വിറ്റ 50 രൂപ കമ്മീഷനാണ്. അതറിയോ? കാരണം എസ് ഡി ഫാർമസ്യൂട്ടിക്കൽക്കാരൻ ഞങ്ങളുടെ ആശുപത്രി വന്ന് പറഞ്ഞതാണ് 45% കമ്മീഷൻ തരും. പക്ഷേ സാധനം തിരിച്ചു കൊണ്ടുപോകില്ല. 3 മാസം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി. ഞാൻ ജോലി ചെയ്യുന്നിടത്ത കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഒരാളിനി ഇവിടെ കൊണ്ടുവരാൻ ഏജൻറ്റ് വേണം. ഇനി ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടോ? ഇതിന് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടോ? ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഈ കമ്പനിയൊക്കെ ഇരിക്കുന്നില്ലേ, അവരുടെ ലോണൊക്കെ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്ത് മസാല ഇടാനുണ്ട് പറഞ്ഞാ? 1 കിലോ ചവനപ്പഴത്തിന് 200 രൂപ പിടിച്ചു. 200 രൂപ പിടിച്ചാൽ തന്നെ 50% കമ്മീഷനും കഴിഞ്ഞ്, 30% അഡ്വർടൈസ്മെൻറ്റും കഴിഞ്ഞ്, 10% ഇടയ്ക്കേക്ക് നിലവാരവും കഴിഞ്ഞ്, എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവസാനം മസാല എന്തുണ്ട്? 10% സാധനമുണ്ട്. 200 രൂപയുടെ 10% എത്രയായി? 20 രൂപ. 20 രൂപയ്ക്ക് 1/2 കിലോ തേങ്ങാപ്പിണ്ണാക്കിന് എന്ത് വിലയുണ്ട്? 1/2 കിലോ ശർക്കരയ്ക്ക് എന്ത് വിലയുണ്ട്? ഈ 2 കൂടെ 200 രൂപയോ? 3 രൂപയുടെ എസൻസും ചവനപ്പാസിൻ്റെ എസൻസ് ഉണ്ട് മാർക്കറ്റിൽ. ഇത് പഠിച്ചു വെച്ചോളൂ. ഇപ്പം ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? ഈ കഷായങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇതെങ്ങനെ അവിടെ ഇരിക്കുന്നതെന്ന്. ഈ ലേഹ്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്? ഇതിനകത്തും പ്രിസർവേറ്റീവ് ചേർക്കണം. മനസ്സിലായോ? ലേഹ്യങ്ങൾ, കൃതങ്ങൾ, കഷായങ്ങൾ, പൊടികൾ, ചൂർണ്ണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഇതിൻ്റെ തനിമയായ രൂപത്തിൽ യഥാർത്ഥ സംഗതി ഞാൻ ഇനി പറയാൻ പോകണം. വൈദ്യവും ആയുർവേദവും ഇരിക്കുന്നത് പാരമ്പര്യ വൈദ്യൻ്റെ കയ്യിലാണ്. യഥാർത്ഥ ആയുർവേദം നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല. യഥാർത്ഥ ആയുർവേദം എന്ന് പറഞ്ഞാൽ തനി പ്രകൃതി. ആയുർവേദത്തിൽ മരുന്നില്ല. ആയുർവേദത്തിൽ ചികിത്സ എന്ന് പറയുന്നത് മരുന്നല്ല, ആഹാരം കൊണ്ടാണ്. പക്ഷേ പ്രകൃതി ജീവനവും ആയുർവേദമായിട്ട് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് വാറ്റി കഴിക്കുന്നു, മറ്റേത് വേവിക്കാതെ കഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പ്രകൃതിയിൽ ഇതേ ഉള്ളൂ, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇനി ഡാൽഡ എന്ന് പറയുന്ന സാധനം എന്തെന്നറിയോ? ഡാൽഡ അറിയോ? ഡാൽഡ നെയ്യാണോ? അല്ല. ഡാൽഡ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി എണ്ണയില്ലേ? പണ്ട് ഹിന്ദുസ്ഥാൻ ലിവറുകാരൻ കപ്പലണ്ടി എണ്ണയ്ക്കകത്ത് റിയാക്ടറിനകത്ത് ഹൈഡ്രജൻ കയറ്റി വിടുമ്പോഴാണ് ഡാൽഡ ആവുന്നത്. എണ്ണയാണ് സാധനം. ഇപ്പോൾ സകല വേസ്റ്റ് ഉപയോഗിക്കാത്ത എണ്ണകൾ എന്ന് പറഞ്ഞാൽ കാറി എണ്ണകൾ മാത്രമല്ല, ഉപയോഗിക്കാൻ പാടില്ലാത്ത എണ്ണകളും, കാറി എണ്ണയും വേണ്ടാത്തതും എല്ലാ സൈസ് എണ്ണകളും കൂടെ കൊണ്ടുവന്നിട്ട് ഈ ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞാൽ സാധനം ഡാൽഡ. മനസ്സിലായി? എണ്ണ വെറും പന്ന എണ്ണയാണ് ആ സാധനം. അപ്പോൾ ഇത്തരം നല്ല എണ്ണയ്ക്കകത്ത് ഇവിടെ കൊളസ്ട്രോളും കൊണ്ട് നടക്കാണ് വെളിച്ചെണ്ണ നല്ലത് കഴിക്കുമ്പോൾ അമേരിക്കക്കാരൻ വന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അമേരിക്കക്കാരൻ്റെയാണ് ഈ ഹിന്ദുസ്ഥാൻ ലിവർ. അറിയോ? അവൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇത് വരികയാണ്, ഇനിയെങ്കിലും ഉണരും. എന്നിട്ട് അവൻ വന്ന് നമ്മളോട് പറയാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് കൊളസ്ട്രോളാണ്. കണ്ട? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതങ്ങ് മാറ്റി അല്ലേ? ഇനി ഒന്ന് വരട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നല്ല കാര്യം ചെയ്തോട്ടെ. വീട്ടിൽ നിന്ന് ആദ്യം ചെയ്യുന്ന എല്ലാ വീട്ടിലും ഒരു സ്ഥലം പോലും 10 ചീരയെങ്കിലും നട്ട് വളർത്തുക. വീട്ടിൽ താളുകറി, മുരിങ്ങയില, ചേമ്പിൻ്റെ തണ്ട്, ചേമ്പിൻ്റെ ഇല, കുപ്പച്ചീര, സാമ്പാർ ചീര, മുള്ളൻചീര, അഗസ്തിച്ചീര, ഒത്തിരി വെറുതെ നമ്മുടെ കൊടകൻ, പിന്നെ കൊഴുപ്പ, അറിയാലോ? ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻ്റുള്ള ഒരേ ഒരു സാധനമാണ് ചീര. നിങ്ങൾ ചീര ഈ പീരീഡ് സമയത്ത് പെൺകുട്ടികൾക്ക് വയറ്റ് വരെ വരുമ്പോൾ ഒരു പിടി ചീര എടുക്ക്, ചുമന്ന ചീര, വിഷമടിച്ചാവല്ലേ, അതിനകത്ത് കുറച്ച് തേനോട് ഒഴിച്ചിട്ട് ഒന്ന് കൊടുത്ത് അപ്പം നിൽക്കും. ഈ അയൺ കണ്ടൻറ്റിൻ്റെ കുറവ് എവിടെ ഉണ്ടാവുന്നു അവിടെ എല്ലാം നിങ്ങൾക്ക് ചീര കൊടുക്കാം. പപ്പയ അതില്ലേ, ഇപ്പോൾ പപ്പയ എല്ലാം കാക്ക കുത്തി തിന്നുകയാണ്. ഇത്രയും നല്ല ഈ അമൃത് നിങ്ങൾ കളഞ്ഞേ വെച്ചാണ് ഈ മാർക്കറ്റിൽ പോയിട്ട്. ഇല്ല, ശരിയല്ലേ? ഇപ്പോൾ ചക്കയുടെ സീസൺ വരുന്നു. ചക്കയും മാങ്ങയും താപ്പ് വരികയാണ്. ആ ചക്കയും മാങ്ങയും കഴിക്കുക, സീസണിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ കഴിക്കുക. ചക്ക ദൈവം തമ്പുരാൻ്റെ സൃഷ്ടി നോക്കിക്കോണേ. ഈ ചക്കയുടെ ഷേപ്പ് തന്നെ വയറിൻ്റെ കണക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം സൃഷ്ടിച്ച സൃഷ്ടി പോലും നോക്കുപോലും. നമ്മുടെ ചക്കയുടെ ഷേപ്പ് എങ്ങനെ ഇരിക്കണേ? അത് വയറിനുള്ളതാണ്. ആ മാങ്ങയുടെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? അത് ആമാശത്തിന് കണക്കുള്ളതാണ്. കണ്ട? ആമാശത്തിൻ്റെ ഷേപ്പ് ഒന്ന് ഇമാജിൻ നോക്കിയേ. കറക്റ്റ് മാങ്ങയുടെ കണക്കായിരിക്കുന്നത് ഇല്ലേ? നെല്ലിക്ക കണ്ണ്, മാതളനാരങ്ങ പല്ല്, ഒരു ചെവിയൻ ചെവി, ചങ്കലം പറണ്ട ജോയിൻറ്റ്, ആപ്പിൾ ഹൃദയം, ബൈല് നമ്മുടെ പിത്തസഞ്ചിയില്ലേ അത് ബദാം പരിപ്പ്, വൃക്ക കശുവണ്ടി. തമ്പുരാൻ്റെ സൃഷ്ടി കണ്ട? ഇത്രയും ഒരു കൊടകൻ കണ്ടോ? കൊടകൻ മുത്തള് അത് നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയാൽ തലയോട്ടി കണക്കായിരിക്കുന്നത്. അതിനെ ഞരമ്പ് കണ്ടിട്ടുണ്ടോ? തലച്ചോറിന് കണക്കായിരിക്കണേ. അറിയോ? അപ്പം നമ്മുടെ അതിനകത്ത് പപ്പയ ഇല്ലേ ഏറ്റവും നല്ല സാധനമല്ലേ? ചക്കയുടെ ആ ചക്കക്കുരുവിനകത്തുള്ള ആ ചുമന്ന പാടയില്ലേ അത് കളയരുത്. ഒരു ശകലം പോലും നിങ്ങൾ ബാക്കി ഒന്നും ആ ചിരണ്ടുന്നത്
അത് ചിരണ്ടരുത്. അത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്ക് മറ്റേത് ഏതായാലും കിട്ടുന്നില്ല, തെങ്ങ് അരിയുടെ തവിട് കിട്ടുന്നില്ല ഏതായാലും. അതിൻ്റെ സാധനം നിങ്ങൾ ഇതെടുക്ക്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു പാടയുണ്ടല്ലോ, ചക്കക്കുരുവിൻ്റെ പുറത്തൊരു പാടയുണ്ട്, ഒരു സഞ്ചി. ആ സഞ്ചിയുടെ നിറം പോലും ബൈൽ ഡക്റ്റിൻ്റെ കണക്കാണിരിക്കുന്നത്. ബൈലില്ലേ, നമ്മുടെ പിത്തസഞ്ചി, ഗ്രന്ഥികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ് ആ പാടയ്ക്ക്. അതും കളയും നമ്മൾ. അത് തോരൻ വെച്ച് കഴിക്കും. അത് പണ്ട് ഈ പട്ടിണി നടക്കുന്ന സമയത്ത് ഇതൊക്കെ തിന്നുമായിരുന്നു. ഇന്ന് ചക്ക തിന്നാൽ വയറുവേദന എടുക്കും. ആൾക്കാർ പറയുന്നതായിട്ടില്ലേ? അത് എന്തുകൊണ്ട് വയറുവേദന എടുക്കുന്നില്ല? ചക്ക തിന്നാൻ അറിഞ്ഞുകൂടാഞ്ഞോട്ടാണ്. ചക്ക തിന്നുന്നതിന് അറിയണം. ചക്ക വെറും വയറ്റിൽ കഴിക്കണം. ചക്ക കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കരുത്. ചക്ക കഴിച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞേ വേറൊരു ആഹാരം കഴിക്കാവൂ. പിന്നെ അവൻ്റെ വയറുവേദന എടുക്കില്ല. ഇത് നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിനകത്തോട്ട് തിരിച്ചു പോകാനായിട്ട് ഇച്ചിരി പച്ചക്കറി ഉണ്ടാക്കി നമ്മൾ ഇതിനകത്തോട്ട് ഈ അറിവുകൾ നമ്മൾ വേറെ ഇങ്ങനെ പകർന്ന് പാമെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഒരു ഡോക്ടറും കയറി വരില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? മായം, സർവത്ര മായം. നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഇനി എന്ത് ഭക്ഷണം കഴിക്കും? മരിക്കുന്നതുവരെ ആഹാരം കഴിച്ച് ജീവിക്കണമല്ലോ. മോഹനൻ വൈദ്യരുടെ വിശദീകരണത്തോടുകൂടി പുതിയ ആശങ്കകൾ ഉടലെടുക്കുകയാണ്. പക്ഷേ അല്പം ലളിത ജീവിതം നയിക്കാൻ നാം തയ്യാറാണ് എങ്കിൽ, അതേപോലെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന ഒരു ജീവിത രീതിയും നാം പിന്തുടരാമെങ്കിൽ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. എത്ര തന്നെ മായം ചേർത്ത ഭക്ഷണമാണെങ്കിലും അവയിൽ നിന്ന് ഒരു പരിധിവരെ വിട്ടുനിൽക്കാനും ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില ഭക്ഷ്യപദാർത്ഥങ്ങളെ നമുക്ക് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വരും. ചിലതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ചിലതിന് പകരങ്ങൾ കണ്ടെത്തേണ്ടിയും വരും. ആ രീതിയിൽ ഒരു ക്രമീകരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വിഭവങ്ങളുടെ കാര്യത്തിലും നമുക്കൊന്ന് നടത്തി നോക്കാം. ഒന്ന്, ബേക്കറി ഐറ്റംസ്, മിഠായികൾ, ഐസ്ക്രീമുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം മിഠായികളും ബേക്കറി ഐറ്റംസും ഐസ്ക്രീമും സോഫ്റ്റ് ഡ്രിങ്കുമൊന്നും ഇല്ലെങ്കിലും മനുഷ്യന് ജീവിച്ചു പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നതുകൊണ്ട്. ആ ഗണത്തിൽപ്പെടും ചായയും കാപ്പിയും. ചായയും കാപ്പിയും കുടിച്ചിട്ടില്ലെങ്കിലും മനുഷ്യൻ്റെ ജീവന് യാതൊരു ഭീഷണിയും ഉയരുന്നില്ല. അപ്പോൾ അനിവാര്യമായ വസ്തുക്കൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നിടത്ത് നാം ചെന്ന് നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിലും കുട്ടികൾക്കും ശീലിച്ച ആളുകൾക്കും വേണ്ടി ചില പകരങ്ങളും നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ്. ബേക്കറി ഐറ്റംസിൽ ശുദ്ധമായ നല്ല അണ്ടിപ്പരിപ്പുകളും ബദാമുകളും അതുപോലെയുള്ള നട്ട്സുകളും നമുക്ക് കഴിക്കാവുന്നതാണ്. കടലമിഠായികൾ, എള്ള് മിഠായികൾ തുടങ്ങിയവക്ക് പകരം നൽകാവുന്നതാണ്. ജ്യൂസുകൾ, പായസം, ഇളനീർ തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് മധുരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആർത്തി ഒതുക്കി നിർത്താവുന്നതാണ്. മറ്റൊരു സംഗതി നാം ഇപ്പോൾ മനസ്സിലാക്കിയത്, ഹെയർ ഓയിലും അതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങളും മാരകമായ രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്നതാണ് എന്നാണ്. അവയ്ക്ക് പകരം പ്രകൃതിദത്തമായ ചന്ദനത്തൈലം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധാരാളം ലഭ്യമാണ്. സോപ്പിന് പകരം ചെറുപയർ പൊടി, മുതിരപ്പൊടി, താളിപ്പൊടി എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. കൃത്രിമമായതൊന്നും കുട്ടികളുടെ ശരീരത്തിൽ ലേപനം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് നാം മനസ്സിലാക്കുക. പഞ്ചസാര മധുരമാണ് എങ്കിലും അത് മാരക വിഷമാണ്. പഞ്ചസാരക്ക് പകരം ചക്കര, ശർക്കര, കരിപ്പെട്ടി, തേൻ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതേയുള്ളൂ. എണ്ണകൾ യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ ഒരവശ്യ ഘടകമേ അല്ല. പക്ഷേ ശീലിച്ചു പോന്നു എന്നതുകൊണ്ട് നമുക്കാവാം ശുദ്ധമായ വെളിച്ചെണ്ണ. കൊപ്ര ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഒരിക്കൽ ചൂടാക്കിയത് പിന്നീട് ഉപയോഗിക്കരുത് എന്ന് മാത്രം. ഈ വെളിച്ചെണ്ണയിൽ ബിരിയാണി ഉണ്ടാക്കാം, നെയ്ച്ചോറുണ്ടാക്കാം, എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാം, എല്ലാ പലഹാരങ്ങളും വീട്ടിലുണ്ടാക്കാം. എല്ലാറ്റിനും വെളിച്ചെണ്ണ മാത്രമാണ്
ഏറ്റവും ശ്രേഷ്ഠമായ എണ്ണ എന്ന് മനസ്സിലാക്കുക. അത് നാം തന്നെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആട്ടിയെടുത്തതായിരിക്കണം എന്ന് മാത്രം. ഇതിനു പകരം ശുദ്ധമായ എള്ളെണ്ണയോ ശുദ്ധമായ കടലയെണ്ണയോ ശുദ്ധമായ ഒലീവ് എണ്ണയോ ഉപയോഗിക്കുന്നതിനും യാതൊരു വിരോധവും ഇല്ല. പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്ന പാക്ക് ചെയ്ത എണ്ണകളിലാണ് കൂടുതൽ അപകടം കുടിയിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് വാങ്ങി 3 പ്രാവശ്യം കഴുകി ഉണക്കി പൊടിപ്പിക്കുക. പൊടിപ്പിച്ച ശേഷം അത് തരിച്ച് കളയരുത് എന്ന് മാത്രം. അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കി വേവിച്ച് തിന്നുകയും ആവാം. ഇതേ പ്രകാരത്തിൽ തന്നെ മസാല വർഗ്ഗങ്ങൾ, മല്ലിപ്പൊടി വാങ്ങരുത്. പകരം മല്ലി വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക. ജീരകപ്പൊടി പാടില്ല, ഉലുവപ്പൊടി പാടില്ല. പാക്ക് ചെയ്ത യാതൊരു മസാലകളും നാം വാങ്ങിക്കൂടാ. പകരം ആ വസ്തു അതിൻ്റെ തനതായ രീതിയിൽ വാങ്ങി പൊടിച്ചെടുത്ത് കറികളിൽ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ മോഹനൻ വൈദ്യർ പരാമർശിച്ച വാളൻപുളി, അതല്ലെങ്കിൽ അതുപോലെ കടുത്ത പുളിരസമുള്ള പുളികൾ അല്പമൊന്ന് മാറ്റി നിർത്തി പകരം തക്കാളി, നെല്ലിക്ക, മാങ്ങ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. മോരും തൈരും ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് പരിചയമുള്ള വീട്ടിൽ നിന്ന് കറന്നെടുത്ത പശുവിൻ പാല് കൊണ്ട് മോരുണ്ടാക്കി 24 മണിക്കൂറിനകം അത് ഉപയോഗിച്ചാൽ ഒരു തകരാറുമില്ല. അഥവാ കൂടുതൽ പുളി വന്നു പോയ മോരും തൈരും ഉപയോഗിക്കരുത്. ഒരു മാധുര്യമുള്ള പ്രായമുണ്ടതിന്. അത് 24 മണിക്കൂറിനുള്ളിലാണ്. മൺപാത്രത്തിലോ പളുങ്ക് പാത്രത്തിലോ മാത്രമേ മോരും തൈരും പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പാക്കറ്റ് മോരും തൈരും സംഭാരവും വാങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് അപകടകരമാണ്. ഇനി ഒരാൾക്ക് ഈ രീതിയിലുള്ള മോരും തൈരും ലഭിക്കുന്നില്ല എങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ പറയാനുള്ളത് ഉപ്പിൻ്റെ കാര്യമാണ്. ഉപ്പ് എന്നൊന്ന് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമേ ഇല്ല. പക്ഷേ മനുഷ്യൻ മാത്രം ആഹാരം വേവിച്ച് കഴിക്കുന്നു എന്നതുകൊണ്ട് അല്പസ്വല്പം ഉപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതിന് സാധാരണ കല്ലുപ്പാവാം. പക്ഷേ അയഡൈസ്ഡ് സാൾട്ട്, അയഡിൻ ചേർത്ത ഉപ്പ് അതിമാരകമാണ്. യാതൊരു കാരണവശാലും ഈ ഉപ്പ് കഴിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ അയഡിൻ ചേർത്ത ഉപ്പ് കഴിക്കണമെന്ന് നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യം ഉപ്പ് കമ്പനിക്കാർക്ക് തീരെഴുതി കൊടുത്തതിൻ്റെ പ്രശ്നമാണിത്. മനുഷ്യ ശരീരത്തിലേക്ക് ചെല്ലുന്ന രാസവസ്തുക്കൾ എന്തെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്ന് ആധികാരികമായി പരാമർശിക്കുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടാം. അയഡൈസ്ഡ് സാൾട്ട് അല്ലെങ്കിൽ അയഡിൻ ശരീരത്തിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന അപകടം ആ പുസ്തകത്തിൽ പറയുന്നത് കേൾക്കുക. പുസ്തകത്തിൻ്റെ പേര് മാർട്ടിൻഡെയിൽ, ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്, പബ്ലിഷ്ഡ് ബൈ ദി റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ലോകത്തിലെ ആധികാരിക ഗ്രന്ഥം. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ആധികാരികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ പുസ്തകത്തിലാണ് അയഡിൻ കൂടുതൽ ശരീരത്തിലേക്ക് ചെന്നാലുള്ള അപകടം വിശദീകരിക്കുന്നത്. അതിൻ്റെ 33-ാം പതിപ്പിലെ 1522, 1523 പേജുകളിൽ അയഡിൻ ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ നിങ്ങൾക്ക് കേൾക്കാം. രാസ അയഡിൻ കൂടുതലായി ഉപയോഗിച്ചാൽ അലർജി, തുമ്മൽ, ഹൃദയഭിത്തിയിൽ നീർക്കെട്ട്, ചർമ്മത്തിൽ രക്തം പൊടിച്ചിൽ, ഇടയ്ക്കിടെ പനി, സന്ധിവേദനകൾ, ഗ്രന്ഥിവീക്കം, ഈസ്നോഫിലിയ തുടങ്ങിയ രോഗങ്ങൾ പ്രതീക്ഷിക്കാം. തൈറോയിഡ് ഗ്രന്ഥികൾക്ക് പ്രവർത്തനക്ഷമത കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് മൂലം ആ ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ഗർഭകാലത്ത് രാസ അയഡിൻ ഉപയോഗിക്കുന്ന മാതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികളിൽ തൊണ്ടമുഴയും ഹൈപ്പോ തൈറോയിഡും അഥവാ തൈറോയിഡ് ഗ്രന്ഥിയുടെ മാന്ദ്യവും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ തൈറോയിഡ് രോഗം വരാതിരിക്കാനാണ് അയഡിൻ ചേർത്ത ഉപ്പ് കഴിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
കൂടുതൽ കാലം രാസ അയഡിൻ ഉപയോഗിക്കുന്നവരിൽ അയഡിസം എന്ന പേരിൽ അസംഖ്യം രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. വായിൽ ലോഹച്ചുവ, ഉമിനീരിൻ്റെ അമിത ഉൽപ്പാദനം, നീറ്റലും പുകച്ചിലും, മൂക്കൊലിപ്പ്, തൊണ്ടയിൽ നീർവീക്കം, കണ്ണുകൾ വീർക്കുകയും ചുവന്ന് തടിക്കുകയും ചെയ്യുക, കണ്ണീരൊലിച്ചുകൊണ്ടിരിക്കുക മുതലായവ രോഗങ്ങൾ നിർബന്ധമാണ്. ശ്വാസകോശങ്ങളിൽ നീർക്കെട്ട്, ബ്രോങ്കൈൽ ആസ്തമ, ചൊറിച്ചിൽ, കുരുക്കൾ എന്നിവ പ്രത്യക്ഷപ്പെടാം. മനോവിഭ്രാന്തി, ഉറക്കമില്ലായ്മ, തലവേദന, ആമാശയരോഗങ്ങൾ തുടങ്ങിയവയും കാണാവുന്നതാണ്. രക്തം കലർന്നുകൊണ്ടുള്ള വയറിളക്കത്തിനും സാധ്യത കൂടുതലാണ്. ഹൃദയമിടിപ്പ് കൂടുക, അസിഡിറ്റി വർദ്ധിക്കുക, വൃക്കകളുടെ പ്രവർത്തനങ്ങളിൽ താളപ്പിഴവുകൾ ഉണ്ടാവുക എന്നിവയും അയഡിൻ കൂടുതലായി ശരീരത്തിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ഇതിനേക്കാൾ ഏറെ അപകടകരവും ഭയാനകവും എന്തെന്ന് ചോദിച്ചാൽ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെടുക എന്നതാണ് ഇതിനേക്കാൾ ഏറെ ഭയാനകം. ഈ ഉപ്പ് കഴിക്കാനാണ് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇത് ആളുകളുടെ ആരോഗ്യം തകർക്കാനാണോ അതല്ല നമ്മെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരു സംശയം ഇവിടെ പൊന്തി വരാം. അപ്പോൾ അയഡിൻ്റെ കുറവ് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന്? ഇതിനുള്ള ഉത്തരം ചില മറുചോദ്യങ്ങളാണ്. നമ്മുടെ പൂർവികർക്ക് അയഡിൻ്റെ കുറവ് എങ്ങനെ പരിഹരിക്കപ്പെട്ടു? അന്നൊന്നും അയഡിൻ ചേർത്ത ഉപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. അതിരിക്കട്ടെ, മൃഗങ്ങൾക്കും ഇതര ജീവജാലങ്ങൾക്കും ഈ അയഡിൻ ചെല്ലാത്തതിൻ്റെ പേരിൽ രോഗങ്ങൾ വല്ലതും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അവയെല്ലാം പ്രകൃതിദത്തമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവികരും അതുതന്നെ കഴിച്ചു. പ്രകൃതി നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ രാസഘടകങ്ങളും ഉണ്ടായിരിക്കും, എല്ലാ മിനറലുകളും ഉണ്ടായിരിക്കും, എല്ലാ വിറ്റാമിനുകളും ഉണ്ടായിരിക്കും, എല്ലാത്തരം അയഡിനും സോഡിയവും ഉണ്ടായിരിക്കും എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. പച്ച നിറമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളിലെല്ലാം അയഡിൻ നല്ല അളവിലുണ്ട്. ഇലകളും പച്ചത്തൊലികളും കഴിക്കുന്നത് കൊണ്ടാണ് ഇതര ജീവജാലങ്ങൾക്ക് അയഡിൻ്റെ കുറവ് കൊണ്ടുള്ള പ്രശ്നം വരാത്തത്. നമ്മുടെ പൂർവികർക്കും അതുകൊണ്ടായിരുന്നു ഇത്തരം രോഗങ്ങളൊന്നും വരാതിരുന്നത്. ഇക്കാലത്ത് നമ്മളതിന് ചെയ്യേണ്ട പരിഹാര നടപടി പച്ച ഇലകൾ കൂടുതൽ കഴിക്കുക, ഇലക്കറികൾ കൂടുതൽ കഴിക്കുക, പച്ചക്കറികളുടെ തൊലി ചെത്തിക്കളയാതിരിക്കുക. പഴങ്ങളിൽ പോലും തൊലിച്ച് കളയാൻ പറ്റാത്ത തൊലികളെല്ലാം കയ്പില്ലെങ്കിൽ, അരുചിയില്ലെങ്കിൽ നാം തിന്നുക. ഇങ്ങനെ ആവശ്യത്തിനുള്ള അയഡിനും സോഡിയവുമെല്ലാം ശരീരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കും. ഇലത്തോരൻ വെച്ചാൽ, പച്ചപ്പയറിൻ്റെ ഉപ്പേരി വെച്ചാൽ, വാഴയ്ക്ക ഉപ്പേരി വെച്ചാൽ എപ്പോഴും അതിൽ ഉപ്പിൻ്റെ രുചി അല്പം കൂടുതലായിട്ട് നമുക്കനുഭവപ്പെടും. എന്തുകൊണ്ട്? പച്ചിലകളിലും പച്ചത്തൊലികളിലും അയഡിൻ്റെ അംശം ജന്മന ഉള്ളതുകൊണ്ട്, പ്രകൃതിദത്തമായ അയഡിൻ ഉള്ളതുകൊണ്ട് നമുക്ക് അല്പം ഉപ്പുരസം അധികം തോന്നുകയാണ്. ഇങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ അയഡിൻ്റെയോ മറ്റ് രാസഘടകങ്ങളുടെയോ കുറവുകൾ. കൃത്രിമമായ രാസവസ്തുക്കൾ, കൃത്രിമമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ശരീരത്തിന് അപകടമേ വരുത്തി വെക്കൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയുള്ള ചോദ്യം, പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായി വിഷാംശങ്ങൾ അടിക്കുന്നുണ്ടല്ലോ, അവ എങ്ങനെ ഭക്ഷിക്കാൻ കഴിയും? എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകരുത്. പഴങ്ങളും പച്ചക്കറികളും ഇലകളും ജീവനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളാണ്.
അവയിലടിക്കുന്ന വിഷങ്ങൾ മഴയും മഞ്ഞും വെയിലും കൊണ്ട് കാലങ്ങളോളം നിലനിൽക്കുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. 2, അവ ജീവനുള്ള ഭക്ഷണങ്ങളായതുകൊണ്ട് അവയിൽ പ്രവേശിച്ച വിഷാംശങ്ങളെ അവ സ്വയം തന്നെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു ചെയ്യാത്തിടത്തോളം കാലം. അങ്ങനെ വരുമ്പോൾ കാര്യമായ അപകടങ്ങൾ അതിലൂടെ വരാൻ സാധ്യത കുറയുന്നു. പിന്നെ മുഴുപ്പ് കുറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും സെലക്ട് ചെയ്യുക. പ്രാണി കുത്തിയവ മാത്രം തിരഞ്ഞെടുക്കുക. അവ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് 1-2 മണിക്കൂർ ശുദ്ധജലത്തിൽ മുക്കിവെക്കുക. അങ്ങനെയാകുമ്പോൾ ഇവയിലെ വിഷാംശങ്ങൾ നല്ലൊരളവോളം നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ എത്ര തന്നെ വിഷമടിച്ചാലും ഈ രീതിയിൽ കൈകാര്യം ചെയ്യാമെങ്കിൽ അപകടം ഉണ്ടാക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അതേസമയം മത്സ്യങ്ങളും മാംസങ്ങളുമാകുമ്പോൾ അവ ചത്ത ഭക്ഷണങ്ങളാണ്. അതിലടിച്ച വിഷങ്ങളും അവ കഴിച്ച രാസവസ്തുക്കളും ആ മത്സ്യ മാംസങ്ങളിൽ ഉണ്ടായിരിക്കും. അവ നമ്മുടെ ശരീരത്തിനകത്ത് കയറുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് മത്സ്യം കഴിക്കുമ്പോൾ അമോണിയ ചേർക്കാത്ത, ചീഞ്ഞ് നാറാത്ത ശുദ്ധമായ മത്സ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. മാംസം അറുത്തതായിരിക്കുക. അറുത്ത് 3 മണിക്കൂറിനകം വേവിക്കുക. വേവിച്ച് 3 മണിക്കൂറിനകം ഭക്ഷിക്കുക. പാൽ കറന്ന ഉടൻ കുടിക്കാമെങ്കിൽ, അതുതന്നെ കാലിവയറ്റിൽ കുടിക്കാമെങ്കിൽ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. പാക്കറ്റ് പാലോ ചൂടാക്കിയ പാലോ ഒരിക്കലും കഴിക്കാൻ പാടില്ല. കുട്ടികൾക്ക് 2 വയസ്സ് വരെ മൃഗപ്പാൽ കൊടുക്കാനും പാടില്ല. 2 വയസ്സിന് ശേഷം ഇപ്പറഞ്ഞ രീതിയിൽ കാലിവയറ്റിൽ അല്പാൽപമായി പച്ചപ്പാൽ കൊടുക്കാവുന്നതാണ്. മുട്ടകൾ അല്പസ്വല്പം വല്ലപ്പോഴും ആകുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ സ്ഥിരമായി മുട്ടകളും പാലും കഴിക്കുന്ന കുട്ടികൾക്ക് കഫക്കെട്ടും കൃമിശല്യവും ആസ്തുമയും കണ്ണിൻ്റെ കാഴ്ച പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും എന്ന കാര്യം വിസ്മരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാര സംസ്കാരം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, വേവിച്ച് ചൂടാറിപ്പോയ ഭക്ഷണം കഴിക്കരുത് എന്നതാണത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒട്ടും